ഹായ് ഫ്രണ്ട്സ്, ഞാൻ വന്നിരിക്കുന്നത് ഇനി മുതൽ ഞാൻ എപ്പോഴും ഓരോ സിനിമകളുടെ റിവ്യൂ അല്ലാതെ ചാനലിൽ പറയുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഞാൻ സ്വന്തമായിട്ട് എൻ്റെ ചാനലിൽ, നമ്മളെ ഈ യൂട്യൂബ് ചാനലിൽ ഇനി മുതൽ ഓരോ സിനിമകളുടെ റിവ്യൂസ് ഉണ്ടാകും. എൻ്റെ സമയവും പരിമിതികളും കാര്യങ്ങളും ഉണ്ട്. എന്നിരുന്നാൽ പോലും ചില സിനിമകൾ അല്ലെങ്കിൽ എല്ലാ സിനിമകളുടെ റിവ്യൂ ഇനി മുതൽ ഞാൻ സ്വന്തമായിട്ട് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്നുള്ള രീതിയിൽ നമ്മുടെ ഈ ചാനലിൽ, ഈ യൂട്യൂബ് ചാനലിൽ ഉണ്ടാകും. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, പാൻ-ഇന്ത്യ സൂപ്പർ സ്റ്റാർ ദുൽഖർ സൽമാൻ്റെ കാന്ത എന്ന് പറയുന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. സിനിമയെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ ഡയറക്ടർ സെൽവമണി ആണ് ചെയ്തിരിക്കുന്നത്. ദുൽഖർ സൽമാൻ റാണയൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സിനിമ ഒരു ക്ലാസ്, ഒരു 1950കളിൽ നടക്കുന്ന ഒരു കഥയാണ്. ആ ഒരു രീതിയിൽ നോക്കുമ്പോഴത്തേക്കും പടം വയസ്സ് നോക്കുമ്പോഴത്തേക്കും ഒരു ക്ലാസ് പടമാണ്. ക്ലാസ് പടം എന്ന് വെച്ചാൽ തുടക്കം മുതൽ അവസാനം വരെ ഔട്ട് ആൻഡ് ഔട്ട് ദുൽഖർ ഷോ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത് ഒരു ഔട്ട് ആൻഡ് ഔട്ട് ദുൽഖർ ഷോ എന്ന് പറഞ്ഞാൽ പീക്ക് കഴിഞ്ഞാട്ടം. ആ ഒരു റേഞ്ചിലാണ് ദുൽഖർ സംഭവം എടുത്തിരിക്കുന്നത്. ദുൽഖറിൻ്റെ ആക്ടിങ്ങും കാര്യങ്ങളും എല്ലാം എൻ്റെ അമ്മ പറയാൻ ഒന്നുമില്ല. കാരണം ഈ സമുദ്രക്കനി അവരെല്ലാവരും ഒന്നിനൊന്ന് മികച്ച രീതിയിലാണ്, ഭാഗ്യശ്രീ റോസാണെങ്കിൽ എല്ലാവരും ചെയ്തിരിക്കുന്നത്. പക്ഷേ ദുൽഖർ സൽമാൻ നമ്മൾ ഇത്രയും കാലം കണ്ടത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ദുൽഖർ ഞെട്ടിച്ചെന്ന് വെച്ചാൽ പീക്ക് സംഭവം എന്ന് വെച്ചാൽ ഇതാണ്ട സിനിമ എന്നുള്ള റേഞ്ചിലാണ് കാന്ത എന്ന് പറഞ്ഞ സിനിമയെ നമ്മൾ 1950കളിൽ കൊണ്ടുപോയിരിക്കുന്നത്. ഇത് ഞാൻ നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരു ചെറിയ 3 മണിക്കൂർ ഫീൽ വന്നതുകൊണ്ട് ഒരു ലാഗും കാര്യങ്ങളൊക്കെ അനുഭവപ്പെടാം, ഇല്ലയെന്ന് പറഞ്ഞു. പക്ഷേ ആ പടത്തിന് ആ ലാഗ് അനിവാര്യമാണ്. ആ രീതിയിലാണ് പടം കൊണ്ടുപോയിരിക്കുന്നത്. സിനിമയ്ക്കുള്ളിലെ സിനിമയാണ്. ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ സിനിമയിൽ നമുക്ക് പടത്തിൻ്റെ അകത്ത് ഓരോ സീനുകൾ അഭിനയിക്കുമല്ലോ. ഇത് അഭിനയിക്കുന്ന സമയങ്ങളിൽ ദുൽഖർ സൽമാൻ്റെ പെർഫോമൻസ് ഉണ്ട്. ഞങ്ങൾക്ക് രോമാഞ്ചവും കൈയടികളൊക്കെ വരുന്നുണ്ട്. എൻ്റെ ഒരു രക്ഷയില്ല. ദുൽഖർ സൽമാൻ്റെ പെർഫോമൻസ് ഇത്രയും ഞെട്ടുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു കാര്യമാണ്. പടം കണ്ട എല്ലാവരും ഒരുപോലെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ദുൽഖറിൻ്റെ പെർഫോമൻസ് തന്നെയാണ്. പടത്തിൻ്റെ വിഷ്വൽസൊക്കെ ഒരു രക്ഷയില്ല. ഗംഭീരമായ സോങ്ങും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ആ സോങ്ങൊക്കെ നമുക്ക് ആ ഫീല് കൊണ്ടുവരാൻ പടത്തിന് സാധിക്കുന്നുണ്ട്. ഡയറക്ടർ ആണെങ്കിലും ആർട്ട് വർക്കാണെങ്കിലും ജാക്സ് ബിജോയൊക്കെ ഒരു രക്ഷയില്ലാത്ത ലെവലിലാണ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മൾ എന്തൊക്കെയാണ് ഈ പടത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു പീരിയോഡിക് പടം, ഒരു ക്ലാസ് പടം എന്നുള്ള റേഞ്ചിലാണ് നമ്മൾ പടം കണ്ടത്. പക്ഷേ ദുൽഖറിൻ്റെ KGF എന്നാണെങ്കിലും പറയാം, ആ റേഞ്ചിലാണ് ദുൽഖർ സൽമാൻ എത്തിച്ചതിനെ പറയാം. കാരണം ഔട്ട് ആൻഡ് ഔട്ട് ദുൽഖർ ഷോ എല്ലാവരും ഒന്നിനൊന്ന് മികച്ച രീതിയിൽ അഭിനയിക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ദുൽഖറിൻ്റെ പെർഫോമൻസ് കൊണ്ട് നമുക്ക് വേറെ ആരെയും കാണാൻ പിടിക്കാമെന്ന് തോന്നില്ല. പടം ലാഗായിട്ട് പോകണമെങ്കിൽ, സ്ലോ ആയിട്ട് പോകണമെങ്കിൽ പോലും ആ പടത്തിൻ്റെ ഫീൽ നമ്മൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. സമുദ്രകനിയായിട്ടുള്ള അവരെ കോംബോ സീൻസും ദുൽഖറിൻ്റെ മിറർ സീനൊക്കെ ഉണ്ട്. അത് നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കണം. ഈ പടത്തിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾ തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ബാക്കിയുള്ളവരെ പറ്റി അതൊന്നും പറയുന്നില്ല. എൻ്റെ പേഴ്സണലായിട്ട് ഈ പടം ഞാൻ നോക്കുമ്പോഴത്തേക്കും മസ്റ്റ് വാച്ച് പടമാണ്. മസ്റ്റ് വാച്ച് പീക്ക് പടം. ദുൽഖർ സൽമാൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് നടുപ്പ് ചക്രവർത്തി എന്ന് പറയുന്നതിന് 100% അർഹനാണ് ദുൽഖർ സൽമാൻ എന്ന് പറഞ്ഞ വ്യക്തി. ഈ പടം കൊണ്ട് തെളിയിച്ച് ഇനി ഇതിൻ്റെ മേലിലോട്ടേ പോകുള്ളൂ. ഇനി താഴോട്ടൊരു ദുൽഖറില്ല. ഇതിനേക്കാളും കൂടുതൽ തേച്ചാലും ദുൽഖർ മിനിങ്ങും. കാരണം ദുൽഖർ സൽമാൻ എന്ന് പറഞ്ഞ വ്യക്തിയെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും പോലെയോ കാര്യങ്ങളോ ഒന്നുമല്ല. ഹേറ്റേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ട് ദുൽഖർ സൽമാൻ എന്ന് പറഞ്ഞ പെർഫോമറെ നിങ്ങൾക്ക് കുറ്റം പറയാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കുറ്റം പറഞ്ഞു. ഞാനൊരു ചലഞ്ച് പോലെ ഇട്ട് തരാണ്. എല്ലാവരോട് പറയാനുള്ളത് വേറെ ഒന്നുമല്ല, ഈ സിനിമ ഒരു ഫസ്റ്റ് വാച്ച് പടം തന്നെയാണ്. നിങ്ങൾ കണ്ട് വിലയിരുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ പറയാനുള്ളത്, ആദ്യമായിട്ട് പറയുന്ന റിവ്യൂ ആണ്. ചെറിയ തെറ്റുകുറ്റങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. എനിക്ക് ഇതിൻ്റെ മറ്റുള്ളവർക്ക് റിവ്യൂ പറയാൻ എനിക്കറിയാവും. സ്വന്തം ചാനൽ റിവ്യൂ ഇട്ട് എനിക്ക് വലിയ പരിചയമില്ല. എന്നിരുന്നാൽ പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിച്ച് കൂടെ നിൽക്കണം. നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ ഞാനേ ഉള്ളൂ. അതുകൊണ്ട് വീഡിയോ കാണുക, ഇഷ്ടപ്പെടുക, സബ്സ്ക്രൈബ് ചെയ്യുക.